ജനം TV സംഘടിപ്പിക്കുന്ന അത്തപ്പൂക്കള മത്സരം തുടരുകയാണ്. ഇക്കുറി ഹൈലൈറ്റ് മാളിലാണ് മത്സരം നടക്കുന്നത്. അനഘ ഹർഷൻ വിശദാംശങ്ങൾ നൽകും. അനഘ, തലസ്ഥാനത്തും അതിനുശേഷം പിന്നീട് വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള കൊച്ചിയിലും ഇപ്പോൾ ഇതാ സാംസ്കാരിക മേഖലയിൽ വലിയ സ്വാധീനമുള്ള കോഴിക്കോടിൻ്റെ നഗരിയിൽ നമ്മുടെ അത്തപ്പൂക്കള മത്സരം എത്തിയിരിക്കുകയാണല്ലോ. എത്രത്തോളം ആവേശത്തോടെയാണ് വിവിധ ടീമുകൾ മത്സരിക്കുന്നത് അനഘ? ഗൗതം, ജനം TV സംഘടിപ്പിക്കുന്ന മെഗാ അത്തപ്പൂക്കള മത്സരം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പുരോഗമിക്കുകയാണ്. ചുറുചുറുക്കുള്ള 5 ടീമുകളാണ് ഇത്തവണ അത്തപ്പൂക്കള മത്സരത്തിന് ഈ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ്. മാത്രമല്ല, ഒരു കാസർഗോഡൻ ടീം കൂടി ഈ അത്തപ്പൂക്കള മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിയിട്ടുണ്ട്. വിവിധ ടീമുകൾ അല്പം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. ഒരു കുഞ്ഞു കുട്ടിയടക്കം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാ. വാവേ, തുടങ്ങിയ നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങള് മക്കട ബദിരൂര്. മുമ്പ് ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ടായിരുന്നോ? മത്സരിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഈ മോനാണ്. ഇത് ഹസ്ബൻഡാണ്, ഇത് ചേച്ചിയാണ്. അത് നോക്കൂ ഗൗതം, ഇവര് ബദിരൂരിൽ നിന്ന് വരുന്ന ഒരു ഫാമിലിയാണ്. ഇവരിവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്പം മുമ്പാണ് മത്സരം ആരംഭിച്ചത്. അങ്ങനെ 5 ടീമുകൾ, കാസർഗോഡ് നിന്നടക്കം എത്തിയ 5 ടീമുകളുണ്ട്. നമുക്ക് ഇത് കാസർഗോഡ് നിന്ന് എത്തിയ ടീമാണ്. ഇവര് ഏകദേശം അത്തപ്പൂക്കളമൊക്കെ എവിടുന്നാ വരുന്നത്? കാസർഗോഡ് നിന്നല്ലേ? തിരക്കാണല്ലേ പൂക്കളം? തിരക്കിലാണ്. അതെ ഗൗതം, ഇവര് തിരക്കിലാണ് എന്നാണ് പറയുന്നത്. പൂക്കളം ഏകദേശം ഇട്ട് പകുതിയോളമായിട്ടുണ്ട്. കാരണം 3 മണിക്കൂറാണ് ഇവർക്ക് അനുവദിച്ച സമയം. അതിനുള്ളിൽ ഈ പൂക്കളം പൂർത്തിയാക്കണം. വലിയ ക്യാഷ് പ്രൈസുകളൊക്കെ സമ്മാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. പൂക്കളത്തിൽ ഒരുപാട് മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പാലിച്ചുകൊണ്ട് ഏറ്റവും അതിഗംഭീരമായ ആരുടെ പൂക്കൾ അതിഗംഭീരമാകും എന്നുള്ളതാണ് ഇവിടെ. ചേട്ടാ, എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ഒരു ആവേശം? നല്ല ഉഷാറാണ്. എവിടുന്നാ വരുന്നേ? ഞങ്ങള് പുല്ലൂരാമ്പാറ അല്ലേ? നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? സ്റ്റാർ ഫ്രണ്ട്സ് പുല്ലൂരാമ്പാറ. നേരത്തെ മത്സരത്തിന് പോയിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തേർഡ് ഉണ്ടായിരുന്നു. ഞങ്ങളെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾക്ക് സെക്കൻഡ് ഉണ്ട്. ഈ ജനത്തിന്റെ പൂക്കള മത്സരത്തിൽ തന്നെയാണ് പങ്കെടുക്കുന്നത്? പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീമുണ്ടോ നിങ്ങളെ പൂക്കളത്തിന്? തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൂക്കൾ കൊണ്ട് പൂവായിട്ട് ഉണ്ടാക്കുക, പൂവിനെ കൊണ്ട് പൂവ് ഉണ്ടാക്കിയ പൂക്ക്, അതാണ് ഞങ്ങളെ തീമായിട്ട് കാണുന്നത്. ഓക്കെ, പൂവിനെ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുന്നൊരു പൂക്കളമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവരൊക്കെ നല്ല തിരക്കിലാണ്. കാരണം സമയം ഇനി ഒട്ടും ഇല്ല. പൂക്കള മത്സരം ആരംഭിച്ചു കഴിഞ്ഞ് 7 പേരാണ് ഒരു ടീമിൽ ഉണ്ടാവുക. അതിമനോഹരമായിട്ടുള്ള ഒരു പൂക്കളമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു പൂക്കളം കൊണ്ടൊരു പൂവ് ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല വെള്ളപ്പൂവൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന പൂക്കളങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് മറ്റൊരു ടീമാണ്, 3ാം നമ്പറാണ്. ചേട്ടാ, നിങ്ങൾ എവിടെ വരുന്നേ? ഞങ്ങള് വെള്ളിപ്പറമ്പ്, അനശ്വര കലാവിധി വെള്ളിപ്പറമ്പ്. പങ്കെടുത്തിട്ടുണ്ടോ പൂക്കൾ? ഇവരും വരച്ചു തുടങ്ങിയിട്ടുണ്ട്. വരച്ച് പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നാടൻ പൂക്കൾ വേണം, അങ്ങനെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ, തിരക്കില്ലല്ലേ? എങ്ങനെയുണ്ട് ഒരു ആവേശം? നല്ല ആവേശം. നിങ്ങൾ എവിടെ വരുന്നേ? കണ്ണൂരിൽ നിന്നാണ് വരുന്നല്ലേ? കണ്ണൂർ. ഓക്കെ, രാവിലെ പുറപ്പെട്ടു? ഇവരിതാ ഈ ചെണ്ടുമല്ലിയൊക്കെ വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു പൂക്കളം തുടങ്ങിയിട്ട്. ഇതൊക്കെ നിങ്ങളെ ഫാമിലിയാണോ? ഞങ്ങൾ വർഷങ്ങളായി മത്സരിക്കുന്നു. ഓക്കെ, അതിഗംഭീരമായ പൂക്കളം ഇവരും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ ഫാമിലി മാത്രം എല്ലാവരും കൂടെ ചെയ്യുന്നല്ലേ? അങ്ങനെ ഈ ഹൈലൈറ്റ് മാളിൽ ജനം TV സംഘടിപ്പിക്കുന്ന മൈജി മെഗാ അത്തപ്പൂക്കള മത്സരം ഇവിടെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഒരു പൂക്കളം നമ്മൾ എല്ലാവരും കൊണ്ട് ഒരു പൂക്കളം മറ്റൊരു പൂക്കളത്തിന് ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് പ്രേക്ഷകരെ കൂടെ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് ഗൗതം. ഓക്കെ അനഘ, എന്തായാലും ആവേശകരമായ അത്തപ്പൂക്കള മത്സരം നടക്കുകയാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് നടക്കുന്നത്. പിന്നീട് അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്ന വേളയിൽ വീണ്ടും നമുക്ക് ഈ മാളിലേക്ക് എത്താം. അതിൻ്റെ ആവേശത്തിലേക്ക് പോകാം. അനഘ ഹർഷനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.